പ്രകൃതി ഒരുക്കുന്ന മലയാള നാടിൻ്റെ കാഴ്ചകളിൽ ഇടുക്കി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിശേഷങ്ങൾ ഏറെയാണ്. കോടം മഞ്ഞിൽ കുളിച്ചെടുക്കുന്ന മലനിരകളും പച്ചപ്പരാധാനി വിരിച്ചെടുത്ത പുൽമേടുകളും അങ്ങനെ എത്ര വിശേഷങ്ങളാണ് ഇടുക്കിയെ മിടുക്കിയാക്കുന്നത്. സോ ആ വിശേഷങ്ങളിലൂടെയാണ് തെക്ക് വടക്കിൻ്റെ യാത്ര നമ്മൾ തുടങ്ങി വെക്കുന്നത്. സോ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പച്ചപ്പട്ടെടുത്ത പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അല്ലേ? അപ്പോൾ നമ്മളവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് പാഞ്ചാലി മേടിലാണ്. ആൻഡ് ഇവിടുത്തെ വിശേഷങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു മാസത്തെ എപ്പിസോഡ് ഫുള്ള് നമ്മൾ ഇടുക്കി കാഴ്ചകളാണ് അല്ലെ. ഇന്നിപ്പോൾ നമ്മളിതേ ഇനി കുമളിയിലോട്ടും തേക്കടിയും കുട്ടിക്കാനം അങ്ങനെ ഫുൾ കറങ്ങി നടക്കുകയാണ്. പക്ഷെ ഇന്ന് നമ്മൾ പാഞ്ചാലി മേടിന്റെ വിശേഷങ്ങളിലൂടെ തന്നെ ആരംഭിക്കുന്നു. ആൻഡ് ഇത് ഇടുക്കി DTPCയുടെ കീഴിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. ആൻഡ് ഇനി നമ്മൾ കൂടുതൽ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകാൻ വിശേഷങ്ങൾ അതിന്റെ ഒപ്പം തന്നെ അറിയാം. അപ്പോൾ എന്തായാലും എറണാകുളത്ത് നിന്ന് ഏകദേശം 88 കിലോമീറ്ററോളം സഞ്ചരിച്ച് മുണ്ടക്കയം വഴി പാഞ്ചാലി മേടിലെത്തി. ഇനി ഇടുക്കി വിശേഷങ്ങളിലൂടെ ഈ ഒരു മാസക്കാലം നമുക്ക് തെക്കുവടക്കിനൊപ്പം യാത്ര ചെയ്യാം. പ്രകൃതി സൗന്ദര്യത്തിൻ്റെ കാഴ്ചകൾക്കൊപ്പം തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 2500ഓളം അടി ഉയരത്തിൽ നിൽക്കുന്നു എന്നത് തന്നെയാണ് സഞ്ചാരികൾക്ക് ഏറെ ലഹരി നൽകുന്ന കാഴ്ചകൾ പാഞ്ചാലിമേട് നൽകുന്നത്. അതിൽ തീരുന്നില്ല വിശേഷങ്ങൾ എന്നുള്ളത്. കാരണം ഐതിഹ്യം ഉറങ്ങുന്ന മണ്ണാണ് പാഞ്ചാലിമേടിൻ്റെതും കൂടി നമുക്കറിയാം. കാരണം വനവാസകാലത്ത് പാണ്ഡവന്മാർ ഇവിടെ താമസിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം പാഞ്ചാലിമേട് എന്നുള്ള രീതിയിലേക്ക് ഇതിനൊരു പേര്, ഒരു മറുനാമം കൂടി ഇതിന് അല്ലെ. പാണ്ഡവന്മാരും പാഞ്ചാലിയും കൂടെ താമസിച്ചിരുന്നതുകൊണ്ട് പാഞ്ചാലിമേട്. അതെ. ആൻഡ് ഇവിടെ കൂടുതലായിട്ടും സഞ്ചാരികൾ വരുന്നത് സൺറൈസ് കാണാനാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. ആൻഡ് കടക്കണമെങ്കിൽ നമുക്ക് ചെറിയൊരു ടിക്കറ്റും കൂടെ എടുത്തിട്ടുണ്ട്. യെസ്. എത്ര രൂപയാ? കിഡ്സിനാണെങ്കിൽ 15 രൂപ, അഡൾട്ട് ആണെങ്കിൽ 25 രൂപ. അപ്പൊ നമ്മൾ ടിക്കറ്റിൽ തന്നെ നമ്മൾ കേറിയിട്ടുണ്ട്. അതെ. ഇനിയിപ്പോ നിങ്ങൾക്ക് ക്യാമറ ഒക്കെ കൊണ്ടുവന്ന് കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് എടുക്കണമെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജസും വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഐതിഹ്യം ഉറങ്ങുന്ന മണ്ണാണെന്ന് പറയുമ്പോൾ തന്നെ അതിനോട് ഉത്തമ വിധത്തിലുള്ള ഒരു ഫ്രെയിം തന്നെയാണ് നമുക്ക് ആദ്യം കാണാൻ പറ്റുക അല്ലെ. നല്ലൊരു കൽ മണ്ഡപം ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് വലിയ കൽമണ്ഡപമാണ് അല്ലേ? അതെ. യെസ്. ഇവിടെ വരുന്നവർക്ക് ഈ വ്യൂസ് ഒക്കെ കാണാനും ഒപ്പം കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാനും പറ്റിയ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാഞ്ചാലിമേടിലെ ഏറ്റവും ബെസ്റ്റ് വ്യൂ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് പറയാം അല്ലെ. ഇങ്ങനെ 360 ആംഗിൾ നോക്കുന്ന സമയത്ത് ചുറ്റും മലനിരകളാൽ സമ്പന്നമാണ്. ഒരു പക്ഷെ ഇത്രയും വെയിലത്ത് വന്ന് നിൽക്കുമ്പോൾ ആദ്യം ഓടിക്കയറാൻ തോന്നുന്നതും ഈ ഒരു കൽമണ്ഡപത്തിൽ തന്നെയാണ്. അതെ. ഇതിനുള്ളിൽ കയറുമ്പോഴാണെങ്കിൽ നല്ല തണുത്തൊരു കാറ്റും ആ വെയിലൊന്നും അങ്ങനെ കറക്റ്റ് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ അതുപോലെ കുറച്ചിങ്ങനെ റെസ്റ്റ് എടുക്കാനും അതുപോലെ ഈ ഒരു വൈബ് ഒക്കെ എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ഫാമിലി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഹായ്. ഇത് പിടിച്ചോ, ഒന്ന് പരിചയപ്പെടുത്തി എല്ലാവരും. എൻ്റെ ഒരു മഹേഷ്, ഞങ്ങൾ കോട്ടയം പാമ്പാടി നിന്നാണ് വരുന്നത്. അവിടെ ഒരു വള്ളിയങ്കാവുന്ന ഒരു അമ്പലം ഉണ്ട്, അവിടെ വന്നതാണ്. അപ്പം തൊട്ടടുത്ത് ജസ്റ്റ് വീട്ടുകാർ അമ്മയൊന്നും കൂടെ വന്നിട്ടില്ല. ഈ തീർത്ഥാടനത്തിന്റെ ഒപ്പം തന്നെ ട്രിപ്പ് കൂടെ ആക്കിയത്. ആക്ച്വലി ഈ പാമ്പാടി എന്ന് പറയുന്നത് തന്നെ ഒരു ആന കൊണ്ട് ഫേമസ് ആയിട്ടുള്ള സ്ഥലം കൂടിയാണ്. ഞങ്ങളുടെ ഏരിയ ഇച്ചിരി പോപ്പുലർ ആയിട്ട് അറിയപ്പെടുന്നത്. ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തി. എൻ്റെ പേര് ഷൺമുഖൻ, എൻ്റെ ഭാര്യ രമ, ഇത് മോൻ മഹേഷ്, ഇത് മോള് രേഷ്മ, ഇത് മരുമോള് 3 വിളിക്കും. ഗായത്രി ഞാൻ ആദ്യമായിട്ട് വരുന്നത്. മക്കളെ വന്നിട്ടുണ്ട് ഇതിന് പിന്നെ. ഇവര് പറഞ്ഞു നല്ല സ്ഥലമാണ്, കാണാൻ പോകുന്നവര് അങ്ങനെ വന്നതാണ്. ഇതാ പറയുമ്പോ തന്നെ എക്സൈറ്റ്മെന്റ്. മക്കള് പറഞ്ഞു എന്നുള്ളത് തന്നെ വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ഇനിയും വരണമെന്നുണ്ട്. അപ്പൊ ഇന്ന് ഇഷ്ടപ്പെട്ട അമ്പല ദർശനമാണ് പാഞ്ചാലി. രണ്ടും ഇഷ്ടപ്പെട്ടു. ഇനിയും വരണമെന്നുണ്ട്. അതുകൊണ്ട് ഇനിയും വരണമെന്നുണ്ട്. വരാൻ പറ്റണ ഇനിയും വരും. ശരി, എന്നാൽ നമുക്കൊരു ഗെയിം കൊടുക്കാം അല്ലേ? ഇല്ല, സിമ്പിൾ ഗെയിം. എങ്ങനെ സിനിമയ്ക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്? ആണ്. വീട്ടിലൊക്കെ ഇരുന്ന് ഒരുപാട് സിനിമ കാണുമോ? അത്യാവശ്യം കാണും. അങ്ങനെയാണെങ്കിൽ ഇത് സമ്മാനം അടിക്കാനുള്ള എനിക്ക് തോന്നുന്നു ഇതിനെ കുറച്ച് സമ്മാനം അടിക്കാൻ അച്ഛനാണ് സാധ്യത. അച്ഛനായിരിക്കും കുറെ തവണ ഈ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കുക. ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറിന്റെ ഫോട്ടോ കാണിക്കും. ഏത് സിനിമയിലെയാണ് ആ ക്യാരക്ടർ ആരാണെന്നുള്ളത് പറയണം. ക്യാരക്ടറിന്റെ പേര്. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഇമേജ്. നമ്മുടെ മോഹൻലാലിന്റെ മറ്റേ മാല എന്ന് പറയുന്ന ശരിക്കും
ഏത് സൂപ്പറായിരുന്നു. വല്ലാത്തൊരു ഹിറ്റ് ചിത്രമാണ്. നല്ല കിടിലൻ പാട്ടുകളുണ്ട്. ആ സിനിമയുടെ പേര് ആദ്യം വരണം. ക്യാരക്ടറിന്റെ പേര് ക്യാരക്ടറിന്റെ പേര് കുഴപ്പമില്ല, സിനിമയുടെ പേര് സിനിമയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാല് എടാ മോഹൻലാലിന്റെ മറ്റേ മിന്നാരാണോ? ശോഭനയുടെ മറ്റേ ആണോ? ആണോ? ഉറപ്പെടുത്തണം. കാരണം കുറെ സിനിമകളിൽ അവർ ഹിറ്റ് കൂട്ടുകെട്ടിൽ വന്നിട്ടുണ്ട്. അതാകെ ഒരു പടമല്ലോ മാല മിന്നാരം. മിന്നാരാണോ? മിന്നാരം ലോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാം. അടിച്ചോ, ലോക്ക് ചെയ്തോ? ഓക്കെ ലോക്ക് ചെയ്യാം. ഇത് തന്നെ മിന്നാരത്തിൽ ഫിക്സ് ചെയ്യാണ്. അതെ റൈറ്റ് ആൻസർ. ക്യാരക്ടർ ഏതാണെന്നറിയോ? ക്യാരക്ടർ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കോമഡി ആക്കിയിട്ടുള്ള ക്യാരക്ടർ കൂടിയാണ്. പേര് ക്യാരക്ടറിന്റെ പേര് കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് പ്രൈസ് കൊടുക്കാം അല്ലേ? താങ്ക് യു. യെസ്. അപ്പോൾ ഇത് മൂവി ഏതാണ്, ഒപ്പം തന്നെ ക്യാരക്ടർ ഏതാണെന്നുള്ളതാണ്. പക്ഷെ മൂവി കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്യാരക്ടർ നെയിം കിട്ടിയിട്ടില്ലെങ്കിലും അതിനെ കുറെ ഭയങ്കര അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? കൊടുക്കാം. യെസ്. അപ്പോൾ ക്യാരക്ടർ നെയിം ഉണ്ണുണ്ണിയാണ്. പക്ഷെ മിന്നാരം എന്നുള്ള റൈറ്റ് ആൻസർ ആയിരുന്നു. മാലയൊക്കെ പറഞ്ഞ് കറക്റ്റ് സന്ദർഭം പറഞ്ഞിട്ട് ഇടയ്ക്ക് കുറച്ചൊക്കെ കിലുക്കത്തിന്റെ കഥയിൽ പോയെങ്കിലും അല്ലേ? യെസ്. അപ്പോൾ ഫസ്റ്റ് ഗിഫ്റ്റ് വരെയാണ്. അത് സന്തോഷം വരട്ടെ. മഴയത്ത് വെയിലത്ത് ഒരേപോലെ തിളങ്ങാൻ സൂര്യ വാഷിംഗ് സോപ്പ് തന്നെ വേണം. ഇനി വസ്ത്രങ്ങൾ മിന്നുപോലെ തിളങ്ങട്ടെ. സോ കൺഗ്രാറ്റ്സ്. അടുത്ത സമ്മാനം. സോ നല്ല ആരോഗ്യത്തിന് കുബി റോ ബനാന പൗഡർ നൽകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. ആൻഡ് ഫൈനലി സൂര്യ കോമഡിയുടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. സന്തോഷം ഇങ്ങനെ കുറഞ്ഞു വരാണല്ലോ. അപ്പോൾ ഈ ചിരിയും സന്തോഷവും വൈബൊക്കെ എപ്പോഴും ഉണ്ടാവട്ടെ അല്ലേ? ഇതുപോലെയുള്ള യാത്രയുടെ ഇടയിലേക്ക് കാണട്ടെ. അപ്പോൾ ബൈ. പാഞ്ചാലിമേട് എന്ന ദൃശ്യവിസ്മയങ്ങൾക്കൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ് ഇവിടുത്തെ ഒരു മതസൗഹാർദ്ദം എന്നുള്ളത് അല്ലേ? നമ്മൾ മെല്ലെ കൽപ്പാതയിലൂടെ വന്ന് ഇനി രണ്ട് വഴിക്കായി തിരിക്കും. ഈ രണ്ട് വഴിയുമ്പോഴാണ് കുറേ കൂടെ നമ്മളൊരു മലനിരകളിലൂടെയാണ് നടക്കാൻ പോകുന്ന ഒരു പ്രതീതി. പക്ഷെ നമ്മൾ ചെന്നെത്തുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഫീൽ, മതസൗഹാർദ്ദം എന്താണെന്നുള്ള ഉത്തരം കിട്ടുക. എന്താ? ഒരു അമ്പലമുണ്ട് ഒരു സൈഡില്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡില് ആ ഒരു കുരിശിന്റെ വഴിയൊക്കെ ഓർമ്മിക്കാനും ആ ഒരു കുരിശിന്റെ വഴിയുടെ സമയത്ത് ഇവിടെ കുറെ അധികം പേര് വന്ന് കുരിശിന്റെ വഴിയിലൂടെ നടക്കാനായിട്ട് കുറച്ച് കുരിശുകളും വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മലയുടെ രണ്ട് സൈഡിലായിട്ട് ഒരു സൈഡിൽ അമ്പലവും ഒരു സൈഡില് കുരിശിന്റെ വഴിയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോ ആ ഒരു സമയങ്ങളിലും ഇപ്പൊ കുരിശിന്റെ വഴിയുടെ സമയമാണെങ്കിൽ അവരതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾക്കൊക്കെ ആ ഒരു സഹകരണം എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്തുതന്നെയായാലും നമ്മൾ ആദ്യം പോകുന്നത് ഭുവനേശ്വരി ക്ഷേത്രത്തിലോട്ടാണ്. അതിലേക്കുള്ള ഒരു മെല്ലെ റൈറ്റ് സൈഡിലോട്ട് കുറച്ചൊരു കയറ്റം അല്ലെ? ഇനി ആ കാഠിന്യമാവോ എന്ന് നമുക്ക് നടന്നു തന്നെ നോക്കി. ആദ്യം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുന്നു. അതിനുശേഷം നമ്മൾ കുരിശിന്റെ വഴിക്ക് പോകുന്നു. പാഞ്ചാലിമേട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അത്രത്തോളം അട്രാക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. സോ അവിടെ മലമുകളിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെ ഒരു അമ്പലത്തിന് ചുറ്റും ദൃശ്യങ്ങൾ, എനിക്കൊന്നും ഇവിടെ വരുമ്പോൾ തന്നെ അത്രയും നമ്മൾ ഹീൽ ചെയ്യും അല്ലെ? ശരിക്കും ഈ സ്ഥലം തന്നെ ഓൾറെഡി ഭയങ്കര പീസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിന്റെ കൂടെ ഒരു അമ്പലവും പ്രാർത്ഥനയും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു മൈൻഡ് ഒക്കെ ഒന്ന് ഫ്രീ ആയി. നേരത്തെ ആ ഫാമിലിനെ കണ്ട പോലെ തന്നെ അല്ലേ? ബ്ലെസ്ഡ് ആയിട്ടുള്ള ഫീൽ ആണ്. അതെ, അവർ പറഞ്ഞ പോലെ ബാക്കിയൊന്നും നമ്മൾ ആലോചിക്കില്ല. നമ്മളൊരു ഫ്രീ ഓഫ് മൈൻഡിൽ ഇങ്ങനെ ഇരിക്കുക, കുറച്ച് നേരം എൻജോയ് ചെയ്യാം. നട്ടുച്ചയാണ്, എന്നിട്ട് വരെ നമുക്ക് ആ ഒരു വെയിലിനെ ഭയങ്കരമായിട്ട് നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. വെയിലുണ്ടെങ്കിൽ കൂടെ നല്ലൊരു തണുത്ത കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അത്രയ്ക്കും ഫീൽ ചെയ്യുന്നില്ല. ഈ അമ്പല ദർശനത്തിനൊപ്പം തന്നെ മലകളുടെ ദർശനം കൂടിയും കിട്ടും എന്നുള്ളതാണ് അതിന്റെ ഒരു ബോണസ്. അതെ, ഇനി കുറച്ചും കൂടെ അങ്ങനെ നടന്നാൽ നമുക്ക് നല്ലൊരു വ്യൂവും കൂടെ കിട്ടും. അതെ.
പാഞ്ചാലിമേട് എന്ന ഈ പേരിന് പിന്നിലെ ഐതിഹ്യ കഥ നമ്മൾ ഓൾറെഡി കേട്ടു അല്ലേ. പാഞ്ചാലിക്കൊപ്പം തന്നെ പാണ്ഡവന്മാർ വനവാസ കാലത്ത് താമസിച്ചിരുന്ന ഇടം കൂടി തന്നെയാണ്. അപ്പം അവർ ആ കാലഘട്ടത്തിൽ സഹായിച്ചിരുന്ന ഗോത്രത്തലവനെ ഒരു നന്ദി എന്നോളം ഒരു ദുർഗാദേവിയുടെ പ്രതിമ സമ്മാനിക്കുകയായിരുന്നു. അപ്പം അത് വെച്ച് പൂജിക്കണം എന്നായിരുന്നു നിർദ്ദേശിച്ചത്. പക്ഷെ അവരുടെ ഗോത്രവർഗ ആചാരപ്രകാരമുള്ള പൂജാകർമ്മങ്ങളായിരുന്നു പിന്നീട് ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷെ അതിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കുറേയേറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു വാസയോഗ്യമല്ലാത്ത സ്ഥലമായിട്ട് അതിനെ മാറ്റി എന്നുള്ളതാണ്. അതിനെ തുടർന്ന് ദേവി ഇവിടെ നിന്ന് മാറി ഇന്ന് കാണുന്ന പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമായിട്ടുള്ള വള്ളിയങ്കാവിലോട്ട് മാറി. തുടർന്നുള്ള പൂജകളും അല്ലെങ്കിൽ ആചാര ചടങ്ങുകളും ഒന്നും പിന്നീട് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള അമ്പലം ആയിട്ട് ഇത് മാറുകയായിരുന്നു. പറഞ്ഞ ആ ഒരു മതസൗഹാർദ്ദം അല്ലേ. നമ്മൾ സെൻറ്ററിൽ നിന്ന് റൈറ്റ് പോയപ്പോൾ നമ്മളവിടെ അമ്പലവും അതിന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ആൻഡ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ സൈഡിൽ ഫുള്ള് കുരിശുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ആളുകൾ വരുന്ന ആ ഒരു സ്പേസും കൂടെയാണ്. നമ്മളിപ്പോൾ ആക്ച്വലി 2500 അടി മുകളിലായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രായക്കാർക്കാണെങ്കിലും അത്ര വലിയ ബുദ്ധിമുട്ടില്ലാത്ത കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും മുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അത്രയും സ്റ്റീപ്പായിട്ടുള്ള ഒരു ഏരിയ അല്ല. ഒരു കുറച്ച് ഒരാളുടെ സഹായമൊക്കെ ഉണ്ടെങ്കിൽ ഏത് പ്രായക്കാർക്കും വരാമെന്നുള്ളത് അതിൻ്റെ ഒരു ആകർഷണമാണ്. നമ്മൾ താഴെ കുറച്ച് വലിയ കൽമണ്ഡപമൊക്കെ കണ്ടു അല്ലേ. പക്ഷെ ഇവിടെ ഒരു ചെറിയ കൽമണ്ഡപം, 2 കൽമണ്ഡപം കൂടി ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് ഇരുന്ന് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബെഞ്ചുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് കുറച്ച് ഫോട്ടോസ് എടുക്കണമെങ്കിൽ കൽമണ്ഡപം ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരം ഈ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇനി അങ്ങോട്ട് പതുക്കെ നടക്കാം. കുരിശിന്റെ പാതയിലോടാണ് വന്നെങ്കിലും ഒരു കിടിലൻ സിനിമാറ്റിക് ഫ്രെയിം തന്നെ പറയാല്ലേ. ഈ കൽമണ്ഡപം ഇപ്പൊ എങ്ങനെയുണ്ട്? അടുത്തൊന്ന് കണ്ടപ്പോ വലുതാണോ ചെറുതാണോ? ചെറുതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുതാണ്. താഴെ കണ്ട അത്ര വലുപ്പമില്ല കൽമണ്ഡപത്തിന്. ആൻഡ് ഈ ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താണ്? ചാർലി സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെയാ. കുറേയേറെ സിനിമകൾക്ക് കൂടി അല്ലെ ഇത് ഫ്രെയിം ആയിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് വന്ന് കണ്ടിട്ടില്ലെങ്കിൽ കൂടി നമുക്കൊരു ചെറിയൊരു പരിചിതം ഫീൽ ചെയ്യും ഇവിടെ വരുമ്പോൾ തന്നെ. അതെ. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഈ കൽമണ്ഡപത്തിൽ വെച്ച് തന്നെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ കാഴ്ചകളും വിശേഷങ്ങളും തീർന്നിട്ടില്ല. പക്ഷേ അടുത്ത സ്പോട്ടിൽ നമുക്ക് മെല്ലെ പാഞ്ചാലിമേടിന്റെ വിശേഷങ്ങൾ തീർന്നു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. വെൽക്കം ബാക്ക് ടു തെക്കുവടക്ക്. അങ്ങനെ നമ്മൾ പാഞ്ചാലിമേടിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കണ്ട് ബ്രിട്ടീഷ് സെമിത്തേരിയേക്കുള്ള യാത്രയിലായിരുന്നു. പക്ഷെ നമ്മൾക്ക് ഇടുക്കി എപ്പോഴും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ അതാണ്. നമുക്ക് വഴിയോര കാഴ്ചകളിൽ തന്നെ ആ ഒരു വിസ്മയം ഒളിപ്പിച്ച് വെച്ചിരുന്നതാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ബ്യൂട്ടിഫുൾ വാട്ടർഫോൾസ് നമ്മൾ കണ്ടിട്ടുള്ളത്. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലിലാണ് ഇറങ്ങിയത്. നടന്നു വരുന്ന ആ ഒരു ഫ്രെയിം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ചാർലി സിനിമയിലെ ദുൽഖർ പറയുന്ന മറ്റേ നിറച്ച് മിനറൽസ് ആയിട്ടുള്ള വെള്ളം കുടിക്കുന്ന ആ ഒരു സ്പോട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കുമളി സ്റ്റേറ്റ് ഹൈവേയിലാണ് ഈ ഒരു വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് വരുന്നത്. സോ നമ്മൾ പോകുന്ന വഴിക്ക് എന്തായാലും ഈ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാതെ നമുക്ക് പോകാനായിട്ട് തോന്നുന്നു അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെറിയൊരു ബ്രേക്ക് എടുത്ത് നമ്മൾ കുറച്ച് കാഴ്ചയൊക്കെ കണ്ട് ഒന്ന് വൈബടിച്ചിട്ട് പോകാൻ വേണ്ടി. ഇടുക്കിയിലെ കാഴ്ചകളിലെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അതിഥി കൂടി നമ്മുടെ ഒപ്പം കൂടെ ചേർന്നിട്ടുണ്ട്. കോടമഞ്ഞ് അല്ലെ. മെല്ലെ മെല്ലെ നമുക്കൊപ്പം യാത്രയിലുണ്ട്. ഇനി കോടമഞ്ഞിൽ മെല്ലെ കാഴ്ചകൾ മങ്ങി പോകുന്നുണ്ടെങ്കിലും ഇടുക്കിയുടെ ചരിത്ര പ്രാധാന്യത്തെ ഒട്ടും മങ്ങലേൽപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് കോട്ടയം കുമളി റൂട്ടിലുള്ള പള്ളിക്കുന്നിലെത്തുന്ന 150 വർഷത്തിലേറെ പഴക്കമുള്ള സെന്റ് ജോർജ് CSI ദേവാലയം. പക്ഷേ ഒരുപക്ഷെ ഈ ദേവാലയത്തിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കുന്ന അതിനേക്കാൾ ഏറെ ചരിത്ര സവിശേഷതയുള്ള മറ്റൊന്നും കൂടിയുണ്ട്. എന്താ? ബ്രിട്ടീഷ് സെമിട്രി. യെസ്. സോ ആ ഒരു സെമിട്രി കാഴ്ചകളും ഒപ്പം പള്ളി കാഴ്ചകളും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്.
പക്ഷേ നമുക്ക് പള്ളിയുടെ ഉള്ളിൽ കയറി കാണാൻ പറ്റുമെങ്കിലും നിങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു അവസരം നമുക്ക് ഇവിടെ ഇല്ല. നമ്മൾ നേരിട്ട് തന്നെ വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. പള്ളിയുടെ ഉള്ളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള അനുവാദം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. ആൻഡ് ഈ ഒരു പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിലുള്ള ഫർണിച്ചറുകളൊക്കെ പണ്ട് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന ആ ഫർണിച്ചറുകൾ തന്നെയാണ്. ഒന്നിനും മാറ്റമൊന്നും വന്നിട്ടില്ല, അതേപോലെ തന്നെ നിലനിർത്തുന്നുണ്ട്. അതെ, അതേപോലെ തന്നെ പൂർണ്ണമായിട്ടും ഈ ഒരു ദേവാലയം യൂറോപ്യൻ രീതിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പൊ ആ ഒരു കാഴ്ചകൾ നമ്മളെ കൂടുതൽ ആകർഷിപ്പിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. സോ ആ ഒരു കാഴ്ചകളും ഒപ്പം സിമിട്രി കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. സോ പോയാലോ? സൈപ്രസ് മരങ്ങളുടെ ഇടയിലൂടെ വരുന്ന അതിഥികളെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഒരു പുരാതനമായിട്ടുള്ള യൂറോപ്യൻ പള്ളി അല്ലെ, 150-ലേറെ വർഷമുള്ള പഴക്കത്തെക്കുറിച്ച് നമ്മൾ ആ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഈ പള്ളിയതോടൊപ്പം തന്നെ ഈ ഇടുക്കിയും അതുപോലെ തന്നെ യൂറോപ്യൻസുമായിട്ട് എത്രയും ബന്ധപ്പെടുക്കുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലെ ചർച്ച്. ഇപ്പോഴും അവരുടെ പൂർവികരുടെ അടക്കം ചെയ്തൊരു മണ്ണ്, ആ ചരിത്രം ഉറങ്ങി കിടക്കുന്ന മണ്ണിലേക്ക് 2020 കോവിഡ് വന്ന വർഷത്തിലൊഴികെ ബാക്കി എല്ലാ വർഷവും അവർ സന്ദർശനം നടത്താറുണ്ട്. യൂറോപ്യൻസിന് മാത്രമായിട്ട് എല്ലാ ഞായറാഴ്ചയും 8:30 കുർബാനയുണ്ട്. അത് മറ്റാർക്കും പങ്കെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ശ്രദ്ധിക്കാറുമുണ്ട്. ഈ ദേവാലയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ബ്രിട്ടീഷ് സിമിട്രി തന്നെയാണ് ഈ പള്ളിക്കൂന്നല കാഴ്ചകളെ ഏറെ സവിശേഷതമാക്കുന്നത് എന്നുള്ളത് പറയാതെ വയ്യ. അതിലെ പ്രധാന 2 അതിഥികളുണ്ട്. ഏകദേശം 16 ഏക്കറോളം നീണ്ടു നിൽക്കുന്ന പള്ളിയും സെമിട്രിയും, അതിൽ 38ഓളം ശവകുടീരങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും ഏറെ പ്രാധാന്യമുള്ള, ഒരു പക്ഷേ ഇടുക്കിയുടെ ചരിത്രങ്ങൾ എടുത്തു പറയുമ്പോൾ ഏറെ പ്രാധാന്യത്തോട് പറയേണ്ട ഒരു വ്യക്തിയുടെ ശവകുടീരത്തിന് അടുത്താണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? അതെ, ജോൺ ഡാനിയൽ മൺറോ. അദ്ദേഹം മൂന്നാറിൽ മറ്റേ തേയില കൃഷിയൊക്കെ ആരംഭിക്കുന്നതിന് ഒരു മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ ഒരു ശവകുടീരം ഇവിടെ ഉള്ളതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു കുതിരയും കൂടെ ഉണ്ടായിരുന്നു. അതെ, ആൻഡ് ജോൺ ഡാനിയൽ മൺറോ എന്ന് പറയുമ്പോൾ തന്നെ ഇടുക്കിയുടെ അല്ലെങ്കിൽ ഒരു പക്ഷേ മൂന്നാറിന്റെ വികസന ചരിത്രത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ആദ്യ പേരുകളിലൊന്ന് തന്നെയാണ്. കോട്ടയം മൂന്നാർ റോഡ് വരെ സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വത്തിലായിരുന്നു എന്ന് നമ്മൾ പറയപ്പെടുന്നു. ആൻഡ് ഈ തേയിലത്തോട്ടം കൃഷികളും മറ്റ് വികസനത്തിനും കൂടി വഴികാട്ടിയായിരുന്ന വ്യക്തി കൂടി തന്നെയാണ്. ആക്ച്വലി ജോൺ ഡാനിയൽ മൺറോയുടെ ഒരു ഇവിടെ ശവകുടീരത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഏറ്റവും സവിശേഷമായതും അതിനൊപ്പം തന്നെ കൗതുകം ഉണർത്തുന്ന ഒന്നുകൂടിയുണ്ട്. ശരിക്കും ശവകുടീരത്തിലെ കൗതുകോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും, പക്ഷെ അതുണ്ട്. കാരണം അത് റയർ തന്നെയായിട്ടാണല്ലേ. കേരളത്തിൽ തന്നെ ആകെ ഈ ഒരു സെമിത്തേരിയിൽ മാത്രമേ ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടാവുള്ളൂ. ആ ഒരു കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ നടന്നു പോകുന്നത്. ഈ നമ്മൾ നടന്ന് പോയി മൂന്നാറിൽ തന്നെ തേയിലത്തോട്ടങ്ങളിലും അല്ല മറ്റു വിത്തുകളുമായിട്ട് എത്തുന്നതിലെ പ്രധാന പങ്ക് വഹിച്ച മൺറോയുടെ കുതിരയായിരുന്നിട്ടുള്ള അല്ലെ വൈറ്റ് മേർ ഡൗണി ആണ് ഇവിടെ അടക്കം ചെയ്തിട്ടുള്ളത്. ഏകദേശം 1895 മൺറോ മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ശവകുടീരത്തിന് അടുത്ത് തന്നെയാണ് ഇവിടെ ഡൗണിയുടെ ശവകുടീരം ഇവിടെ ഒപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് തന്നെയാണ് ഏറ്റവും കൗതുകമായിട്ടുള്ള കാഴ്ചയായിട്ട് മാറുന്നത്. ബ്രിട്ടീഷ് സെമിട്രി തന്നെയായിരുന്നു അല്ലെ ഇവിടുത്തെ കാഴ്ചകൾ ഏറ്റവും സവിശേഷമായത്. അപ്പൊ എന്തായാലും നേരെ നമ്മൾ ഇനി പോകുന്ന പിടിക്കാം പരുന്തുംപാറ. സോ ഇനി നമ്മൾ പരുന്തുംപാറയിലെ കാഴ്ചകളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കൂടെ കുടിക്കാം. ഈ സമയത്തിന്റെ ഒപ്പം തന്നെ ഇരുട്ടും കയറി വരുന്നുണ്ട്. അത് കുടമഞ്ഞുകൊണ്ട് തന്നെയാണ് അല്ലെ. അപ്പൊ പോയി അവിടേക്ക് അതെങ്ങനെയാവുന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ചെന്ന് തന്നെ കാണാം.
ആകാശ കാഴ്ചകൾ നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്. ആകാശം തൊടുന്ന കാഴ്ചയാണെങ്കിലോ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് അല്ലേ? അത്തരത്തിലൊരു കാഴ്ചയിലേക്കാണ് നമ്മൾ ഇന്ന് എത്തുന്നത്. പരുന്തുംപാറ. ആ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ആകാശം തൊടുന്നൊരു പാറ എന്നാണ്. അതുപോലെ തന്നെ ഇത് ലോങ് നിന്ന് കാണുമ്പോൾ എവിടേക്ക് ഒരു പരുന്തിന്റെ shape കഴുകനൊക്കെ ആയിട്ട് തോന്നുന്നു പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേര് ഇതിന് വന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ നിന്നുള്ള കാഴ്ചകളും അതിഗംഭീരം തന്നെയാണ്. പക്ഷെ ആ കാഴ്ചകൾ ഇന്ന് കാണാൻ പറ്റുമെന്നുള്ള കാര്യം നമുക്ക് അത്ര ഉറപ്പില്ല, കാരണം ഫുള്ള് കോടയാണ്. അതെ, തീർച്ചയായിട്ടും ഈ ആകാശം തൊടുന്ന പാറയോടൊപ്പം തന്നെ ഈ കോടമഞ്ഞും കൂടി ഇറങ്ങുമ്പോൾ എവിടേക്കോ മേഘപാളികൾക്കിടയിലാണ് നമ്മൾ ഇന്ന് തോന്നിപ്പോകും. തീർച്ചയായിട്ടും ഹരിതാഭവനങ്ങളും ഭൂപ്രകൃതിയും പക്ഷികളും അങ്ങനെ എല്ലാം കൊണ്ടും സമ്പന്നമാണ്. ട്രക്കിംഗുകാരുടെ ഒരു പ്രിയപ്പെട്ട ഇടം കൂടിയാണ് പരുന്തുംപാറ നമുക്ക് പറയാം. ഇതിന്റെ ഇവിടെ നമുക്ക് മെല്ലെ കയറി കുറേയേറെ സ്റ്റേഷൻസ് ഉണ്ട് നമുക്ക് ഇരിക്കാനും, ഒപ്പം തന്നെ അതിന്റെ വ്യൂ പോയിന്റ് ഒക്കെ. പക്ഷെ എന്തൊക്കെ വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഇന്ന് ഒരു പോയിന്റും വ്യൂ അല്ല എന്നുള്ളതാണ്. യെസ്, അപ്പൊ എന്തായാലും നടന്ന് കയറി നോക്കാം അല്ലെ? പോയി നോക്കാം. പരുന്തുംപാറയിൽ കാണാൻ കാഴ്ചകൾ എമ്പാടും ഉണ്ടെങ്കിലും ഇന്നത്തെ കാഴ്ചകളിൽ മുക്കാലും കോടമഞ്ഞ് കൊണ്ടുപോയി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നിരാശ ഉണ്ടെങ്കിലും അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന കോടമഞ്ഞ് ഇന്നത്തെ കാഴ്ചകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ സന്തോഷമുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ടായിരുന്നു ഇന്നത്തെ ഒരു വാക്ക് വേ എന്നുള്ളത്. പക്ഷേ ആ വാക്ക് വേ വരുന്ന സമയത്ത് തന്നെ റൈറ്റ് സൈഡിൽ ഒരു കീടലം വ്യൂ ആണ് സാധാരണ കാണാൻ പറ്റുക. പക്ഷേ നമുക്കത് കോടമഞ്ഞ് കാരണം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും നമ്മൾ വന്നിട്ട് പരുന്തുംപാറ വന്നിട്ട് ചുമ്മാ അങ്ങ് പോകാൻ പറ്റുമോ? സോ ക്ലൈമാക്സിൽ ഒരു ടെസ്റ്റ് വേണം എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ എത്തിയുള്ളത് മറ്റൊന്നും കൊണ്ടല്ല, എന്തുകൊണ്ട് പരുന്തുംപാറ എന്നൊരു പേര് വന്നതിൻ്റെ ഉത്തരവായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. യെസ്, സോ ഇപ്പോൾ കുറച്ചുകൂടി ലൈറ്റ് പോയിട്ടുണ്ട്, കാണാൻ പറ്റുമെന്ന് അറിയില്ലെങ്കിൽ പോലും കോടമഞ്ഞ് മാറി തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, നമ്മൾ കോടമഞ്ഞ് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ കുറച്ചൊന്നും ഇരുട്ടായി പോയി. എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു വലിയ പരുന്തിന്റെ ഷേപ്പിലുള്ള പാറ. ആൻഡ് അങ്ങനെ അവസാനം നമ്മൾ ആ കാഴ്ച കണ്ടു. അതെ, അത് മാത്രമല്ല, ഇന്ന് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്തു. ഏറ്റവും ആദ്യം നമ്മൾ പാഞ്ചാലി മേട് പോയി, അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു. അതിനുശേഷം ബ്രിട്ടീഷ് സെമിട്രിയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഏത് വാട്ടർഫോൾസ് ആണ്? വാട്ടർഫോൾസും കണ്ടു. യെസ്, അത് കഴിഞ്ഞ് നമ്മൾ സെമിട്രിയിൽ പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് നേരെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു അല്ലേ? അത് കഴിഞ്ഞ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട്. പക്ഷെ ഇടുക്കിയിലെ വിശേഷങ്ങൾ തീരുന്നില്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു മാസം മൊത്തം നമ്മൾ ഇടുക്കി വിശേഷങ്ങളാണ്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ തൽക്കാലം ബൈ ബൈ പറയാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് മാത്രം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇമ്പമുള്ള കാഴ്ചകളുമായിട്ട് നമ്മൾ ഇനിയും വരും ഇടുക്കിയിൽ തന്നെ. സോ അടുത്ത എപ്പിസോഡിൽ പുതിയ കാഴ്ചകളുമായി വരുന്നവരേക്കും ദിസ് ഇസ് ക്രിസ് ലോറൻസ് റോഹ്ലോന സൈനിങ് ഓഫ്. ബൈ.